ഹായ് ഡിയേഴ്സ്, ഈ പടത്തിൽ കാണുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാമല്ലോ. ഇത് രേണു സുധി, മരിച്ചുപോയ സുധിയുടെ വൈഫാണ്. അവരുടെ കുടുംബത്തിൻ്റെ ഫോട്ടോയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാനിവിടെ പറയാൻ കാരണം ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ലിങ്ക് അതിനകത്ത് വന്നു. അതുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്ന ഒരു പാർട്ടിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവങ്ങൾ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ എനിക്ക് ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അവരെനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ രേണുവിൻ്റെ ആണ്. അയച്ചു തന്നിട്ട് പറഞ്ഞു ഇതൊന്ന് കാണാൻ പറഞ്ഞു. ഒരു റീൽസാണ്. പുള്ളിക്കാരി ഇപ്പോൾ ഷൂട്ടിങ്ങിലും മറ്റും പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റീൽസ്. അതിനകത്ത് പറയുന്നുണ്ട്, എന്നെ എന്തും ആൾക്കാർ പറഞ്ഞോട്ടെ, ഞാൻ ഓരോന്ന് ചെയ്താലും എന്തും പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം അവരാരും അല്ലല്ലോ എനിക്ക് ഉണ്ണാൻ തരുന്നത്. ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അപ്പം ശരീരത്തൊന്നും സ്പർശിക്കുന്നതൊന്നുമില്ലല്ലോ. അപ്പോൾ എന്നെ എന്തും പറഞ്ഞോട്ടെ, ഞാനത് കേൾക്കാൻ തയ്യാറാണ്. എൻ്റെ മനസ്സ് കല്ലാണ്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടൊരു റീൽസായിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്കുമൊക്കെ അവളെ പോലെ ഒരു മനസ്സായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം എങ്കിൽ പിന്നെ എനിക്ക് കിട്ടുന്ന നെഗറ്റീവ്സിൻ്റെ വീഡിയോസ് ഞാൻ ഒരിക്കലും ലിങ്ക് ചെയ്ത് ചെയ്യത്തില്ലായിരുന്നു. കാരണം അങ്ങനൊരു ഹൃദയം എനിക്കുണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. എനിക്ക് എൻ്റെ കാര്യം നോക്കി അങ്ങ് പോയാൽ മതിയായിരുന്നു. ആ രേണുവിൻ്റെ മനസ്സ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞത് കറക്റ്റാണ്. അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ബാക്കി ആരുമല്ല. അവൾക്ക് പറ്റുന്ന പ്രൊഫഷനാണ് അവൾ ചെയ്യുന്നത്. അവളുടെ ഭർത്താവും അത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം ഇവർ കൊണ്ട് കൊടുക്കൂ. അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ജോലി ഓരോരുത്തർ ചെയ്യുന്നു, ഓരോരുത്തരുടെ ആക്ടിവിറ്റീസ്. അത് ബാക്കിയുള്ളവർക്ക് എന്താണ് അതിനകത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളം ഒരു ഭ്രാന്താലയമായിട്ട് എനിക്കിപ്പോഴാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കേരളം ഒരു ഭ്രാന്താലയമായിട്ട് തോന്നുന്നത് മറ്റുള്ളവരുടെ കാര്യവും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ ജോലികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എളുപ്പപ്പണിയായിരിക്കും. എന്തോ ആയിക്കോട്ടെ. അപ്പം ഈ കേരളത്തിൻ്റെ മാത്രം കുഴപ്പമായത്. അതാണ് ഭ്രാന്താലയം എന്ന് പേര് വന്നത്. അല്ലെങ്കിൽ പിന്നെ അവനവൻ്റെ ജോലി, ഞാൻ തന്നെ എൻ്റെ കുഞ്ഞുമായിട്ട് ജീവിക്കുന്നത്, എന്തെല്ലാം ഇതാണ് ഇപ്പം ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അന്യരുടെ കാര്യമാണോ? നമ്മളുമായിട്ട് ബന്ധം പറ്റി നിൽക്കുന്ന ആൾക്കാരെന്തെങ്കിലും പറഞ്ഞാലൊക്കെ അത് കുഴപ്പമില്ല. അവർക്ക് എന്തെങ്കിലും അസൂയ, വീട്ടുകാരല്ലേ, അല്ലെങ്കിൽ പോട്ടെ സ്വന്തക്കാരല്ലേ, അല്ലെങ്കിൽ പോട്ടെ നമ്മളെ ഏറ്റവും അറിയപ്പെടുന്ന സ്വന്തക്കാരല്ലേ, ബന്ധുക്കളല്ലേ എന്ന് പറയാം. ഇത് അന്യവരൊക്കെ കിടന്നതിനകത്ത് എനിക്ക് കേരളത്തിൻ്റെ ബുദ്ധിയില്ലായ്മയാണ്. അത് നമുക്കൊന്നും, അവരുടെ സ്വഭാവം അവർ തലമുറയായിട്ട് കൈമാറി വന്ന പാഠങ്ങളായിരിക്കും അവർ ഈ പാടുന്നത്. അല്ലാതെ അന്യവൻ്റെ വിഷയത്തിൽ കയറി ഇടപെടേണ്ട കാര്യമൊന്നും ആരെയും ഇല്ല. അതാണ് ഇവിടെയും പറയുന്നത്.